ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരും അനുഗ്രഹീതരുമായവരെ, നമ്മളുടെ നിയോഗ പ്രാർത്ഥനയുടെ 9ാമത്തെ ദിവസമാണ് ഇന്ന്. പൗലോസ്ലീഹയുടെ ആ വാക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാം: ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ. ഇത് നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ആ ഒരു സമാധാനത്തിൻ്റെ കൃപയുടെ ഒരു തണലും അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രിയപ്പെട്ടവരെ ഈ വചന ശുശ്രൂഷയിൽ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ, ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവന് ദൈവകൃപ ലഭിക്കും. അപ്പോൾ ദൈവകൃപ ലഭിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് ഇന്ന്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന 9ാം ദിവസം വിവിധ രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ, ഭവനങ്ങളിലൊക്കെയായിരുന്ന് പ്രാർത്ഥനയിലേക്ക്, വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന, നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ, ചെറിയവരും വലിയവരും പ്രായമായവരും ഇടത്തരക്കാരും കുഞ്ഞുങ്ങളും യുവതി യുവാക്കളും രോഗികളായിട്ടുള്ളവരും വേദനിക്കുന്നവരും വിഷമിക്കുന്നവരും സങ്കടമുള്ളവരും മനസ്സ് തളർന്നവരും ഒക്കെ ഉണ്ടാകാം. വിങ്ങുന്ന വേദനയുമായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. അവരെല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രിയപ്പെട്ടവരെ ഒന്ന് സ്തുതിച്ച് ഈ പ്രഭാതത്തിൽ ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കാമോ? സാധിക്കുന്നവർ ചെറിയ ശബ്ദത്തിൽ അല്ലെങ്കിൽ മനസ്സിലെങ്കിലും യേശുവേ നന്ദി പറഞ്ഞൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വ്യക്തികളെയും കർത്താവേ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ ശുശ്രൂഷ അനേകരിലേക്ക് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെയൊക്കെ ഷെയർ ചെയ്യുന്നവരുണ്ട് കർത്താവെ. അതൊക്കെ നിയോഗത്തോടെ ചെയ്യുന്നവരാണ് കർത്താവ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനമെത്തിക്കുന്ന ഓരോ വ്യക്തികളെ, കുടുംബങ്ങളെ മാത്രമല്ല, ഇതിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്നവരെ, വിശ്വാസത്തോടെ ചേർന്നിരിക്കുന്നവരെ, ഒരു മനസ്സോടെ ഇതിലായിരിക്കുന്നവരെ എല്ലാവരെയും നിങ്ങളെ ദൈവം കാണുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം അറിയുന്നു. നിങ്ങളുടെ നിയോഗങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ, വിടുതലിൻ്റെ ദിവസമാക്കി മാറ്റണമേ, അത്ഭുതങ്ങളുടെ ഒരു കലവറ തുറക്കുന്ന ദിവസമാക്കി മാറ്റണമേ, തിന്മ പരാജയപ്പെടുന്ന അന്ധകാര ശക്തി എന്നേക്കുമായി തോൽക്കുന്ന സമയമാക്കി മാറ്റണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമാക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെല്ലാം മഹത്വവും ദൈവത്തിന് മാത്രം. കാരണം ചരിത്രത്തിലൊരു ഭാഗമാണിത്. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ പ്രഭാതത്തിലിരുന്ന് വചനം കേൾക്കുന്നു. ഇന്നലകളിലൊക്കെ അത് കേട്ടത് ലക്ഷങ്ങളാണ്, 10,000-ങ്ങളാണ് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. അത്ഭുതമല്ലേ? നമുക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല നമ്മളുള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതൊരു അത്ഭുത സമയമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള സമയമാണ്. നമ്മുടെ നിയോഗങ്ങളെ ഒന്നോർക്കാം. നിയോഗ പ്രാർത്ഥന നമ്മൾ ചൊല്ലുകയാണ്. വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന പ്രാർത്ഥനയാണ്. നിയോഗം എഴുതി വെച്ച നിയോഗത്തെ എടുക്കുക. നിങ്ങളുടെ വീട്, ചുറ്റുപാട്, ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, സ്വപ്നങ്ങൾ, പഠനമേഖല, ജോലി എല്ലാം സമർപ്പിച്ച് ആ നിയോഗ പ്രാർത്ഥന: യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. എല്ലാവരെയും ഓർക്കുന്നു. ദൈവകൃപയിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ നിങ്ങളായിരിക്കുന്നു. ഒത്തിരി പ്രതീക്ഷയോടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ വചനം കേൾക്കുന്നത്. അതിൽ ദൈവം ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും ചേർത്ത് നിർത്തി ഇന്നത്തെ വചനത്തിലേക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മുഴുവൻ വായിക്കുന്നില്ല, പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായം 1-ാമത്തെ വാക്യം, അതിൻ്റെ ഹെഡിങ് എന്നറിയാമോ? ബെത്സയിദയിലെ രോഗശാന്തി എന്നാണ്. 1, 2, 3 വർഷം കഷ്ടപ്പെട്ട ഒരാളെക്കുറിച്ചോ വേദനയുമായി നടന്ന ഒരാളെക്കുറിച്ചോ അല്ല എഴുതിയിരിക്കുന്നത്. എഴുതിയിരിക്കുന്ന വാക്ക് 2-ാമത്തെ വാക്യം: ജെറുസലേമിൽ അജഗമാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സയിദ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുളം ഉണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ രോഗികളും കിടന്നിരുന്നു. 5-ാമത്തെ വാക്യം നോക്കൂ:
38 വർഷമായി രോഗിയായ ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. 1-2 വർഷത്തെ വേദനയുടെ കാര്യമല്ല, ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ശരീരം തളർന്നുപോയ ഒരാൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരെ നമ്മൾ വീടുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ കണ്ടിട്ടുണ്ട്, കെയർ ഹോമുകളിൽ കണ്ടിട്ടുണ്ട്. തളർന്നു പോയവരെ ഒരിക്കലും നമ്മൾ കുളത്തിൻ്റെ അവിടെയൊന്നും കിടക്കുന്നത് കണ്ടിട്ടില്ല, ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ ഒന്ന് ടോയ്ലറ്റിൽ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, അവരെ കെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഒത്തിരി അവർക്ക് തന്നെ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമമാണ്. ദൈവം, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ പോലും ഒന്ന് നടന്നു ചെയ്യാൻ പറ്റാത്ത പരസഹായം ആവശ്യമുള്ള ഒരാൾ. 38 വർഷം ജീവിതത്തിൻ്റെ വലിയ വേദന. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉണ്ട്. 6-ാമത്തെ വാക്യം, അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. എവിടെ കിടക്കുന്നത്? അവൻ എവിടെയാണോ കിടന്നത്, അവൻ എവിടെയാണോ വേദനിച്ചത്, അവൻ എവിടെയാണോ പ്രതിസന്ധിയിലായിരുന്നത്. പലർക്കും ആ വെള്ളത്തിലിറക്കാൻ ആളും അർത്ഥമുണ്ട്, പക്ഷേ ഒന്ന് പിടിച്ചു വെള്ളത്തിലേക്ക് ഇറക്കാൻ പോലും ഒരാളില്ലാതെ കിടക്കുന്നത്, ആരാരുമില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്നത്. ഈ മനുഷ്യൻ്റെ ശരീരം മാത്രമല്ല 38 വർഷം കൊണ്ട് തളർന്നത്. ഞാൻ മനസ്സിൽ കാണുന്ന ഒരു കാര്യമാണ്, മനസ്സും തളർന്നതാ, ശരീരവും തളർന്നതാ. ശരീരം തളർന്ന് മനസ്സിന് ബലമുണ്ട്, പിന്നെയും ധൈര്യമാണ്. ശരീരവും തളർന്നു, മനസ്സും തളർന്നെങ്കിൽ അത് വല്ലാത്തൊരു തളർച്ചയാണ്. അത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ആ ഒരു നിലയിൽ തകർന്നു പോയ ഒരാളെ യേശു കണ്ടു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരും കാണാതെ കിടന്നവനെ ദൈവം കണ്ടു, യേശു കണ്ടു. അവൻ്റെ വേദന അറിഞ്ഞു, അവസ്ഥ അറിഞ്ഞു. എന്നെ കേൾക്കുന്ന ഈ വചനം തുറന്നു വച്ച് പ്രാർത്ഥനയോടെ നിയോഗവും വെച്ച് സമർപ്പണ പ്രാർത്ഥനയിൽ, നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ ഞാൻ കാണുന്നില്ല, പക്ഷെ യേശു നിങ്ങളെ കാണുന്നു. നിങ്ങളുടെ വേദനയ്ക്ക് കാരണമായ വിഷയത്തെ യേശു മനസ്സിലാക്കുന്നു. ചിലർ പറയും, എനിക്ക് ജോലി നഷ്ടപ്പെട്ടു, എനിക്ക് രോഗമാണ്, എൻ്റെ കുടുംബം എങ്ങനെയാണ്, ഇതൊക്കെയായിരിക്കും ഇങ്ങനെ 100 വേദനകൾ. യേശു നിങ്ങളെ കാണുന്നു. അടുത്ത വാക്യം, 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് യേശു അറിഞ്ഞ് യേശു ചോദിച്ചു. അപ്പൊ 2 കാര്യം നടന്നു ഇതിനകത്ത്. യേശു ആ വ്യക്തിയെ കണ്ടു, അവൻ്റെ അവസ്ഥ അറിഞ്ഞു. ഞാനും വിശ്വസിക്കുകയാണ്, ഈ നിയോഗ പ്രാർത്ഥനയിൽ 31 ദിവസം പ്രാർത്ഥിക്കുന്ന, വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത്, ചിലപ്പോൾ ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു സ്ഥലത്തായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, എനിക്കാരും ഇല്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെയാണല്ലോ. യേശു നിന്നെ കാണുന്നു. യേശു നിന്റെ മനോവിചാരങ്ങളുടെ വേദനകളുടെ ആഴം യേശു അറിയുന്നു. യേശു അറിഞ്ഞു. യേശു അറിഞ്ഞിട്ടോ ഇനി യേശു അവനെ സൗഖ്യം പ്രാപിച്ചു. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം കേവലം ഒരു തളർവാദ രോഗിയുടെ സൗഖ്യമല്ല. സൗഖ്യം കിട്ടി അനുഗ്രഹം പ്രാപിച്ച് ഈ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അയാളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് ആ വ്യക്തി മാറി. പിന്നീടായേ വചനത്തിൻ്റെ പ്രസക്ത ഭാഗം നോക്കിക്കേ, 5-ാമത്തെ വാക്യം, മറ്റൊരു സ്ഥലത്ത് വെച്ച് യേശു ഈ വ്യക്തിയെ കണ്ടു. ടൗണിൽ വെച്ചാണോ, ബാർബർ ഷോപ്പിൽ വെച്ചാണോ, മാർക്കറ്റിൽ വെച്ചാണോ, അതോ വല്ല കള്ളു കുടിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇരിക്കുന്ന ഒരാളായിട്ടാണോ ഈ വ്യക്തി സൗഖ്യം പ്രാപിച്ച ആളെ? പിന്നീട് യേശു കണ്ടത് എവിടെയാണെന്ന് എഴുതിയിരിക്കുന്നു. 14-ാമത്തെ വാക്യം, പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. 14-ാമത്തെ വാക്യം, അനുഗ്രഹം അനുഭവിച്ച ഈ മനുഷ്യൻ, സൗഖ്യം അനുഭവിച്ച ഈ മനുഷ്യൻ, ശരീരത്തിൽ വിടുതൽ അനുഭവിച്ച ഈ മനുഷ്യൻ, ആരാരുമില്ലാതെ ഒറ്റപ്പെട്ട് കിടന്നവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ നിലവാരം മാറ്റിയ ആ മനുഷ്യൻ, ആ ഒരു യേശു ഈ വ്യക്തിയെ പിന്നീട് കണ്ടത് കള്ളുകുടിക്കുന്നവരുടെയോ ബാർബർ ഷോപ്പിലോ ടൗണിൻ്റെ എവിടെയും വെച്ചൊന്നും അല്ല കണ്ടത്, ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ കണ്ടു. വായിക്കാം, പിന്നീട് യേശു ദേവാലയത്തിൽ വച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. എല്ലാവരും എന്നെ ഒന്ന് കേട്ടെ,
നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ നാളുകളാണിത്. പ്രാർത്ഥനയുടെ നാളുകൾ സൗഖ്യത്തിൻ്റെ നാളുകളാണ്. ദൈവവചനം കേട്ട ആ വചനത്തിലേക്ക് സമർപ്പിക്കുന്ന നാളുകൾ അത്ഭുത വിടുതലിൻ്റെ നാളുകളാണ്. നിങ്ങൾ സ്വീകരിക്കുന്ന അനുഗ്രഹം, നിങ്ങൾ സ്വീകരിക്കുന്ന സൗഖ്യം അവിടം കൊണ്ട് അവസാനിക്കരുത്. പിന്നീട് നിങ്ങളെ ദൈവ സാന്നിധ്യത്തിൻ്റെ തണലിൽ കാണാൻ ഇടവരണം. പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നിങ്ങളെ കാണാൻ ഇടവരണം. ആത്മീയ തണലിൽ നിൽക്കുന്ന ഒരാളായി നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും കാണാൻ ഇടവരണം. കേവലം ഒരു അനുഗ്രഹം മേടിച്ച് പിന്നീട് ദൈവവും ഇല്ല, പ്രാർത്ഥനയില്ല, വിശ്വാസവും ഇല്ല, ദേവാലയവും ഇല്ലാതെ അകന്നു പോകുന്നവരാകരുത്. ദേവാലയത്തിൽ നിങ്ങളെയും കണ്ടെത്താൻ ഇടയാകട്ടെ. ദൈവ സാന്നിധ്യത്തിൻ്റെ തണലിൽ ഇരിക്കുന്ന ഒരാളായി നിങ്ങളെ ദൈവം കാണാൻ ഇടവരട്ടെ. ഒന്ന് നോക്കിക്കേ, സൗഖ്യം പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച വ്യക്തി യേശു പിന്നീട് കണ്ടത്, അവനോട് പറഞ്ഞോ, നീ എന്നും ഇനി ദേവാലയത്തിൽ പോകണം, നീ ദേവാലയത്തിൽ പോയില്ലെങ്കിൽ ശരിയാകത്തില്ല, ഒന്നും ഒരു കർശന ബുദ്ധിയോടെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവൻ ആ അനുഭവത്തിൽ പിന്നീട് അവനെ കണ്ടത് ദേവാലയത്തിൽ വെച്ച് ദൈവസാന്നിധ്യത്തിലാണ്. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം അനുഭവിച്ച് നിങ്ങളും ദേവാലയത്തിൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സാന്നിധ്യവും ദേവാലയത്തിൽ എത്താനിടയാകട്ടെ. ഒരുപക്ഷെ വർഷങ്ങളായി പള്ളിയിൽ പോകാത്ത, പ്രാർത്ഥിക്കാത്ത, അനുദപിക്കാത്ത, എന്ത് പ്രാർത്ഥന, എന്ത് ആരാധന, എന്ത് വചനം, ഇതൊക്കെ എനിക്കറിയാം, ഇതൊക്കെ എനിക്ക് വിശ്വാസമില്ലെന്നൊക്കെ പറയുന്ന ആളായിരിക്കട്ടെ, ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ദൈവം എഴുന്നേൽപ്പിക്കും. ഈ തളർവാദ രോഗിയെപ്പോലെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കും. ഒറ്റപ്പെട്ടിരിക്കുന്ന നിങ്ങളോട് ചേർന്ന് നിന്നിട്ട് ദൈവം പറയും, ഞാനുണ്ട് നിന്റെ കൂടെ. തകർന്നിരിക്കുന്നവരോട് ദൈവം പറയും, നിന്റെ കൈക്ക് പിടിക്കാൻ ഞാനുണ്ട്. ആ അനുഭവത്തിൽ നിന്ന് മാറിപ്പോകരുത് കേട്ടോ. ദൈവ സാന്നിധ്യത്തിൽ കാണാനിടയാകണം. അവിടെ ഒരു വാക്കുണ്ട്, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ പാപം ചെയ്യരുത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നിനക്ക് കിട്ടിയ അനുഗ്രഹം നിലനിൽക്കണമെങ്കിൽ നീ ഇനിയും പഴയ പാപത്തിലേക്ക് പോകരുത്. പഴയ ജീവിത സാഹചര്യത്തിലേക്ക്, പഴയ തകർച്ചയിലേക്ക്, പഴയ പാപത്തിലേക്ക്, പഴയ തിന്മയിലേക്ക് നീ പോകരുത്. നിന്റെ അനുഗ്രഹത്തിൽ നിലനിൽക്കാൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ ഈ വചനത്തോട് ചേർത്ത് വെച്ച് ഇതേപോലെ ഇതിൻ്റെ ഈ വചനങ്ങളുടെ അനുഭവസ്ഥരുണ്ടാകട്ടെ. വെറുതെ ബത്ശേദ കുളക്കരയിൽ ആളുമില്ല, അർത്ഥമില്ലാതെ കിടന്നവൻ്റെ ജീവിതം ദൈവം മാറ്റിയെടുത്തത് കണ്ടോ? തകർന്നവനെ എഴുന്നേൽപ്പിച്ചത് കണ്ടോ? അവനെ എഴുന്നേൽപ്പിച്ചത് കണ്ടോ? അവൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല എനിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകുമെന്ന്. അവൻ്റെ ജീവിതത്തെ ദൈവം മാറ്റി. നിങ്ങളാ എഴുതിയ നിയോഗങ്ങൾ ഒരു നിമിഷം ഈ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ആ താളിൽ വെച്ച് എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കേ. കർത്താവേ, ഇതുപോലെ ബത്ശേദ കുളക്കരയിൽ കിടന്ന രോഗി പോലെ പല വിഷമത്തിലും വേദനയിലും കിടക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു കുടുംബമാണ് എൻ്റേത്. എന്നെ ഈ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമേ. എൻ്റെ ചങ്ക് തകർന്ന, ഞാൻ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എഴുതിയ നിയോഗമാണ് എൻ്റെ ഈ വചനത്തിലുള്ളത്. കർത്താവേ, ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് അതാണ് 1, 2, 3 ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. നിയോഗത്തോടെയാണ് ഞാൻ പങ്കെടുക്കുന്നത്. കർത്താവേ, നിയോഗ പ്രാർത്ഥനയിലൂടെ, ഈ വചനത്തിലൂടെ, എൻ്റെ ജീവിതത്തെ നിയോഗത്തെ സമർപ്പിക്കുന്നതിലൂടെ അത്ഭുത വിടുതലുകളും അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തണമേ. നിയോഗ പ്രാർത്ഥനയിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് വിശ്വാസത്തോടെ ഒരു കുരിശടയാളം നിങ്ങളൊന്ന് വരച്ച് ആ പേപ്പറിൽ, ആ നിയോഗത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ, കർത്താവ്, ഈ നിയോഗം എനിക്ക് വലിയൊരു അത്ഭുതമായി മാറും. യേശുവിൻ്റെ നാമത്തിൽ ഈ നിയോഗം എനിക്ക് സാധിച്ചു കിട്ടും. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു വിടുതൽ അനുഭവിക്കും. ഈ വചനത്തിൻ്റെ ശക്തിയിൽ ഞാൻ അത്ഭുത വിടുതൽ അനുഭവിക്കും. ഈ അവസ്ഥയിൽ ഞാൻ എഴുന്നേൽക്കും. ഇവിടെ കിടന്ന് എൻ്റെ ജീവിതം അവസാനിക്കുമെന്നല്ല ഞാൻ ചിന്തിക്കേണ്ടത്. ഇവിടെ നിന്ന് ദൈവം എന്നെ എഴുന്നേൽപ്പിക്കും. എനിക്കൊരു നല്ല ഭാവിയും ജീവിതവും സ്വപ്നങ്ങളും ദൈവം എനിക്ക് തരും. ദൈവം തന്നൊരു ജീവിതം ആ വ്യക്തി ജീവിക്കാൻ തുടങ്ങി. അത് നിങ്ങൾ അതിൻ്റെ അനുഭവസ്ഥരുണ്ടാകുന്നു. അതിൻ്റെ സൗഖ്യങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയട്ടെ. ആ നിയോഗത്തെ ചേർത്ത് വയ്ക്കുന്നു. ലക്ഷോപലക്ഷം ജനങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ചേർത്ത് വയ്ക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഈ കേട്ട വചനം അനേകരിലേക്ക് എത്തിക്കണം. അതൊരു ദൈവ ശുശ്രൂഷയാണ് എന്നറിയിക്കുന്നു. നമുക്ക് ആ നിയോഗ പ്രാർത്ഥന ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ലക്ഷക്കണക്കിന് ആളുകളുടെ നിയോഗത്തെ ദൈവനാമത്തിൽ ചേർത്ത് നിർത്തുന്നു. ഈ വചനത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ ഉറക്കെ എന്നോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, എൻ്റെ നിയോഗത്തെ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗത്തെ സ്വീകരിച്ച് ഈ വചനത്തിൻ്റെ ശക്തിയിലും ബലത്തിലും എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗത്തെ സ്വീകരിച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനും അത് സാധിച്ചു തരണം. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ,
ഈ നിയോഗ പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കണം. ഓരോ നിയോഗവും സമർപ്പിച്ച് 11 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന. യേശുവേ, എൻ്റെ നിയോഗത്തെ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. 2ാം നിയോഗത്തിന് വേണ്ടി, 3ാം നിയോഗത്തിന് വേണ്ടി, അങ്ങനെ 33 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലുക. ഇന്ന് കേട്ട വചനം എപ്പോഴെങ്കിലുമൊക്കെ വായിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ചിന്തിച്ചും ആ വചനത്തിൻ്റെ ശക്തിയും ബലവും സ്വീകരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടി ദൈവം തരട്ടെ. ദൈവം നിങ്ങൾക്ക് ദീർഘായുസ്സും നല്ല ആരോഗ്യവും നൽകട്ടെ. സന്തോഷവും സമാധാനവും നിറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിലൂടെ അനേകർ ദൈവത്തെയും ദൈവവചനവും അറിയാനിടവരട്ടെ. മറ്റൊരാളുടെ കുറ്റം പറഞ്ഞും മറ്റൊരാളെ വിമർശിച്ചും താഴ്ത്തിക്കെട്ടിയും ഒരാളെ വിഷമിപ്പിക്കുന്ന ഒരാളാകരുത്. മറ്റൊരാൾക്ക് കൈ കൊടുത്ത് ഞങ്ങൾ കൂടെ ഉണ്ട്, ധൈര്യമായിട്ടിരിക്കെ പ്രോത്സാഹനം കൊടുക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന നല്ല മനുഷ്യരായി മാറുവാൻ പ്രാർത്ഥിച്ചേ. പരസ്പരം സഹായിക്കുന്നവരാകണം, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നവരാകണം, പരസ്പരം ഒരാളെ എഴുന്നേൽപ്പിക്കുന്നവരും പരസ്പരം അനുഗ്രഹമായി മാറണം. നിങ്ങളുടെ വീട് ആ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും ഒരു അനുഗ്രഹമാകണം. നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളൊരു അനുഗ്രഹമായി മാറണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.